ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. PSC ആവർത്തിക്കുന്ന മലയാളം വിഭാഗം ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, തെറ്റായ രൂപമേത്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ രൂപമേത്? ഓപ്ഷൻ സി ആണ് തെറ്റായ രൂപം. അഞ്ജലി എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നില്ലേ, അതുപോലെയാണ് അഞ്ജലി എന്ന് എഴുതുന്നത്. അഞ്ജനം ശരിയാണ്, അജ്ഞാനം ശരിയാണ്. അഞ്ജലി, സി ആണ് തെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏതാണ്? ഡി ആണ് അതിർത്തി. അതിർത്തി എന്നിങ്ങനെയല്ലോ എഴുതുന്നത്. ആ തിർത്തി, അതിർത്തി. സാധാരണ ആ തി അതിർത്തി എന്നാണ് എഴുതുന്നത്. ഈ ഇർ അടയാളമല്ല, അല്ലാണ്ടാണ് എഴുതുന്നത്. ഓക്കെ, ബാക്കി പ്രവൃത്തി, നിവൃത്തി, ആവർത്തി ഇതൊക്കെ ശരിയാണ്. അടുത്ത ചോദ്യം, ഡിഡ് യു റീഡ് ദ ബുക്ക് ഐ ഗേവ് യു എന്നതിന്റെ ഏറ്റവും സ്വാഭാവികമായ വിവർത്തനം? ഡിഡ് യു റീഡ് ദ ബുക്ക് ഐ ഗേവ് യു എന്നതിന്റെ തർജ്ജിമ എന്താണ്? വിവർത്തനം എന്താണ്? ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ? ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ എന്നതാണ്. അടുത്ത ചോദ്യം, ഹി കോൾഡ് അറ്റ് മൈ പ്ലേസ് യെസ്റ്റർഡേ എന്നതിന്റെ പരിഭാഷ. ഹി കോൾഡ് അറ്റ് മൈ പ്ലേസ് യെസ്റ്റർഡേ എന്നതിന്റെ പരിഭാഷ എന്താണ്? ഇന്നലെ അവൻ എൻ്റെ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ അവൻ എൻ്റെ സ്ഥലം സന്ദർശിച്ചു എന്നതാണ്. അടുത്ത ചോദ്യം, ദ സോഡ് ഈസ് നോട്ട് ആസ് മൈറ്റി ആസ് ദ പെൻ എന്നതിന്റെ പരിഭാഷ. അതായത് ഒരു പഴഞ്ചൊല്ല് കൂടിയാണ്. ദ സോഡ് ഈസ് നോട്ട് ആസ് മൈറ്റി ആസ് ദ പെൻ എന്നതിന്റെ പരിഭാഷ എന്താണ്? വാളിന് പേനയോളം ശക്തിയില്ല. വാളിന് പേനയോളം ശക്തിയില്ല. ഓക്കെ, അടുത്തത്, ശരിയായ വാക്യരൂപം ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ വാക്യരൂപം ഏതാണ്? ഉത്തരം സി ആണ്. പ്രഭാതത്തിൽ കിഴക്ക് സിന്ദൂരമണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു. പ്രഭാതത്തിൽ കിഴക്ക് സിന്ദൂരമണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു എന്നതാണ് ശരിയായ വാക്യരൂപം. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? താഴെ തന്നിരിക്കുന്നതിൽ വൈകുണ്ഠം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠം. വൈകുണ്ഠം. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ എന്നതിന്റെ പരിഭാഷ എന്താണ്? ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ എന്നതിന്റെ പരിഭാഷ എന്താണ്? ഇത് നിലവിലുള്ള ഉത്തരവാണ്. ഇത് നിലവിലുള്ള ഉത്തരവാണ്. പരിമാണം എന്നാൽ എന്താണ്? അളവ്. പരിമാണം അളവ്, പരിണാമം മാറ്റം. ശരിയല്ലാത്ത പ്രയോഗം ഏത്? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും ശരിയല്ലാത്ത പ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക. ബി ആണ്. എന്താണ്? സമ്മേളനത്തിൽ ഏകദേശം 100ഓളം പേർ ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ ഏകദേശം 100ഓളം പേർ എന്ന് പറയുമോ? ഈ ഏകദേശവും 100ഓളം, 300ഓളം, 100അല്ല 300ഓളം, 300ഓളം. ഈ ഓളം ഏകദേശം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാ. അപ്പൊ എങ്ങനെ പറഞ്ഞാൽ മതി? സമ്മേളനത്തിൽ 300ഓളം പേർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമ്മേളനത്തിൽ ഏകദേശം 300 പേർ ഉണ്ടായിരുന്നു, അല്ലെങ്കിലോ സമ്മേളനത്തിൽ 300 പേർ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി. ഏകദേശം 300ഓളം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ശത്രു എന്ന അർത്ഥം വരാത്ത പദമേത്? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ശത്രു എന്ന അർത്ഥം വരാത്ത പദം. എപ്പോഴും വരുന്നത് വരാത്തത് അത് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ അങ്ങ് അണ്ടർലൈൻ ചെയ്തിട്ടോളണം. വരുന്നതാണോ വരാത്തതാണോ എന്ന്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശത്രു എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? മൃഡൻ, അരി, വൈരി ഇതൊക്കെ ശത്രുവിന്റെ പര്യായ പദങ്ങളാണ്. റിപു, അരി, വൈരി ഇതൊക്കെ ശത്രുവിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്നതിന്റെ പരിഭാഷ. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്നതിന്റെ പരിഭാഷ എന്താണ്? എന്റെ സ്നേഹം ഒരു രക്തപുഷ്പം പോലെ ആകുന്നു. എന്റെ സ്നേഹം ഒരു രക്തപുഷ്പം പോലെ ആകുന്നു. അടുത്തത്, മോദം എന്ന വാക്കിന്റെ വിപരീതം, ഓപ്പോസിറ്റ്. മോദം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്?
ഖേദം. മോദം ആമോദം സന്തോഷം. മോദം സന്തോഷം, ഖേദം ദുഃഖം. അടുത്ത ചോദ്യം, as you sow, so you reap എന്നതിന്റെ പരിഭാഷ. ഇതും ഒരു പഴഞ്ചൊല്ലാണ്. as you sow, so you reap എന്നതിന്റെ പരിഭാഷ എന്താണ്? വിതയ്ക്കുന്നതേ കൊയ്യൂ. വിതയ്ക്കുന്നതേ കൊയ്യൂ. beating about the bush എന്നതിന് സമാനമായ ശൈലി. beating about the bush എന്നതിന് സമാനമായ ശൈലി ഏതാണ്? വളച്ചു കെട്ടി പറയുക. എന്താണ്? വളച്ചു കെട്ടി പറയുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആനയുടെ പര്യായ പദം അല്ലാത്തത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആനയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഡി, കൂർമ്മം. കരി, ദന്തി, ഹസ്തി അതെല്ലാം ആനയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ എന്നതിന്റെ ആശയം. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ എന്നതുകൊണ്ട് എന്നതിന്റെ പൊരുൾ എന്താണ്? ഓപ്ഷൻ എ, കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം. അനുയോജ്യം, അനുചിതം, അനുകൂലം, അനുഭാവം. അതിലേതാണ് ഉത്തരം? അനുചിതം. അനുചിതമാണ് അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന. അനുയോജ്യം, അനുകൂലം, അനുഭാവം എല്ലാം ഒരു അനുയോജ്യം. അനുയോജ്യം എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം യോജിച്ചത്. അപ്പൊ അങ്ങനെ തന്നെ വരുന്നതാണ് അനുകൂലം, അനുഭാവം. അനുചിതം അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദമാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? വിദർഭ എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ഓപ്ഷൻ ഡി ആണ് വിദർഭ. എങ്ങനെയാണ്? വിദ, വെറും ദായേ ഉള്ളൂ, വിദർഭ. ഓക്കെ. ദൃശ്യം എന്നതിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്താണ്? ദൃശ്യം എന്നതിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ദർശിക്കപ്പെടാവുന്നത്, അതായത് ദർശിക്കാനാവുന്നത്, ദർശിക്കപ്പെടാവുന്നതാണ് ദൃശ്യം. മഞ്ജുഷ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? മഞ്ജുഷ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പൂക്കൂട. മഞ്ജുഷ എന്ന് വെച്ചാൽ എന്താ? പൂക്കൂട. പുരോഗതി എന്നതിന്റെ വിപരീതം. പുരോഗതി എന്നതിന്റെ വിപരീതം എന്താണ്? പശ്ചാത്ഗതി. പുരോഗതി, പശ്ചാത്ഗതി. മകളുടെ മകന് പറയുന്ന പേരെന്താണ്? മകളുടെ മകൻ ദൗഹിത്രൻ. ജാമാതാവ് ആരാണ്? മകളുടെ ഭർത്താവാണ് ജാമാതാവ്. അപ്പൊ ദൗഹിത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ മകൻ. വീടിന്റെ പര്യായ പദം അല്ലാത്തത്. വീടിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഗഹ്വരം. ഏതാണ്? ഗഹ്വരമാണ് വീടിന്റെ പര്യായ പദം അല്ലാത്തത്. മന്ദിരം, ഭവനം, ഗേഹം ഇതെല്ലാം വീടിന്റെ പര്യായ പദമാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ, മകളുടെ ഭർത്താവ്. സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ, മകന്റെ ഭാര്യ. ഷീ ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫാഷൻ ഇൻഡസ്ട്രി. ഷീ ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫാഷൻ ഇൻഡസ്ട്രി എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? ഉത്തരം, ഫാഷൻ വ്യവസായത്തിൽ ഒരു കൈ നോക്കാൻ അവൾ തീരുമാനിച്ചു. ഫാഷൻ വ്യവസായത്തിൽ ഒരു കൈ നോക്കാൻ അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫാഷൻ ഇൻഡസ്ട്രി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏത്? താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ഉത്തരം, സോമൻ. ഏതാണ്? സോമൻ. എന്നാ ഈ മിഹിരൻ, ആദിത്യൻ, അർക്കൻ എന്നൊക്കെ പറയുന്ന എന്താണ്? സൂര്യന്റെ പര്യായ പദങ്ങളാണ്. സൂര്യന്റെ പര്യായ പദങ്ങളാണ് മിഹിരൻ, ആദിത്യൻ, അർക്കൻ. സോമനാണ് അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം. അടുത്ത ചോദ്യം, സ്വദേശവും സ്വഗ്രഹവും വിട്ട് അകലെ പോയി താമസിക്കുന്നവൻ എന്നർത്ഥമുള്ള വാക്ക്. എന്താണ്? സ്വദേശവും സ്വഗ്രഹവും വിട്ട് അകലെ പോയി താമസിക്കുന്നവൻ എന്നർത്ഥമുള്ള വാക്ക് ഏതാണ്? പ്രവാസി. പ്രവാസി. വേര് മുതൽ തലപ്പ് വരെ എന്നർത്ഥമുള്ളത്. വേര് മുതൽ തലപ്പ് വരെ എന്നർത്ഥമുള്ള പദം ഏതാണ്? ആമൂലാഗ്രം. എന്താണ്? ആമൂലാഗ്രം. ആമൂലാഗ്രം. അടുത്തത്, എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിന്റെ ശരിയായ പരിഭാഷ. ചിഹ്നമാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. വിക്ഷേപിണി. ഏതാണ്? വിക്ഷേപിണി. എന്നാൽ അങ്കുശം എന്താണ്? അങ്കുശം കോമയാണ്. ഉദ്ധരണിയോ? ഡബിൾ ഇൻവേർട്ടഡ് കോമ. നമ്മൾ ഒരാൾ പറയുന്ന കോഡ്സ് ഉണ്ടല്ലോ, അത് എഴുതുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തല്ലേ. അപ്പൊ ഉദ്ധരണി എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻവേർട്ടഡ് കോമ. ഫിത്തിക എന്താണ്?
ഫിത്തിക എന്ന് പറഞ്ഞാൽ കോളൻ ആണ്, 2 കുത്ത്, കോളൻ. ഓക്കെ, അപ്പൊ എക്സ്ക്ലമേഷൻ മാർക്ക് വിക്ഷേപിണിയാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഡിസേർവ് ആൻഡ് ദെൻ ഡിസയർ എന്നതിനോട് യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? പഴഞ്ചൊല്ലിന്റെ തർജിമ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ഡിസേർവ് ആൻഡ് ദെൻ ഡിസയർ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഭൂമി എന്നർത്ഥമില്ലാത്ത പദം ഏതാണ്? ഭൂമി എന്നർത്ഥമില്ലാത്ത പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ തരണി. ഏതാണ്? തരണി. അടുത്ത ഈ ധരണി, മേദിനി, അവനി ഇതെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പ്രഹേളിക എന്ന വാക്കിന്റെ അർത്ഥം. പ്രഹേളിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രഹേളിക എന്നാൽ കടങ്കഥ. എന്താണ്? കടങ്കഥ. അടുത്ത ചോദ്യം, ഷീ ഹിറ്റ് ബാക്ക് അറ്റ് ഹെർ ക്രിട്ടിക്സ് എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? ഷീ ഹിറ്റ് ബാക്ക് അറ്റ് ഹെർ ക്രിട്ടിക്സ് എന്നതിന്റെ ശരിയായ പരിഭാഷ വിമർശകർക്ക് നേരെ അവൾ ആഞ്ഞടിച്ചു. വിമർശകർക്ക് നേരെ അവൾ ആഞ്ഞടിച്ചു. ശരിയായ രൂപം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാണ്? തിമിംഗലം. തിമിംഗലം മാത്രമാണ് ഇതിനകത്ത് ശരിയായ രൂപം. അടുത്ത ചോദ്യം, ടു ത്രോ കോൾഡ് വാട്ടർ എന്നതിന് സമാനമായ മലയാള പ്രയോഗം. ടു ത്രോ കോൾഡ് വാട്ടർ എന്നതിന് സമാനമായ മലയാള പ്രയോഗം ഏതാണ്? നിരുത്സാഹപ്പെടുത്തുക. എന്താണ്? നിരുത്സാഹപ്പെടുത്തുക. ടു ത്രോ കോൾഡ് വാട്ടർ. സെക്യുലാരിസം എന്നതിന് സമാനമായ മലയാള വാക്ക് മതനിരപേക്ഷത. എന്താണ്? മതനിരപേക്ഷത, സെക്യുലാരിസം. അടുത്ത ചോദ്യം, അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ അക്ഷരത്തെറ്റ് ഇല്ലാത്ത പദം അടിയന്തരം. എന്താണ്? അടിയന്തരം. ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്, അടിയന്തരം. അടുത്ത ചോദ്യം, only an objective historical enquiry can provide the answers എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? only an objective historical enquiry can provide the answers എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിന് മാത്രമേ ഉത്തരം നൽകാനാവൂ. വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിന് മാത്രമേ ഉത്തരം നൽകാനാവൂ എന്നതാണ്. അടുത്ത ചോദ്യം, അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം ദുഷ്ടസന്തതി. എന്താണ്? ദുഷ്ടസന്തതി. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അഗാധം. അഗാധമാണ് ശരിയായ പദം. ദുരന്തരൻ എന്ന പദത്തിന്റെ അർത്ഥം. ദുരന്തരൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചുമതലക്കാരൻ. PSC പ്രീവിയസ് ആണ്. ചുമതലക്കാരൻ, ദുരന്തരൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? സ്രഷ്ടാവെന്ന് എങ്ങനെയാണ് എഴുതുന്നത്? സ്രഷ്ടാവെന്ന് ഓപ്ഷൻ ബിയിൽ കാണുന്നത് പോലെയാണ്. സ്രഷ്ടാവ്, എസ്ഡായാണ് ഉപയോഗിക്കുന്നത്, സ്രഷ്ടാവ്. അടുത്ത ചോദ്യം, ഭർത്താവ് എന്ന അർത്ഥമില്ലാത്ത പദം ഏത്? ഭർത്താവ് എന്ന അർത്ഥമില്ലാത്ത പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അന്തണൻ. എന്താണ്? അന്തണൻ. ധവൻ, രമണൻ, നായകൻ ഇതെല്ലാം ഭർത്താവ് എന്ന അർത്ഥമുണ്ട്. അന്തണൻ ഭർത്താവ് എന്ന അർത്ഥം ഇല്ലാത്ത വാക്കാണ്. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. പതിവ്രത. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന വാക്ക് ഏത്? താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന വാക്ക് ഏതാണ്? താമര. താമരയാണ് താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന വാക്ക്. ബാക്കി സുമം, കുസുമം, പുഷ്പം എല്ലാം പൂവിന്റെ പര്യായമാണ്. താമര എന്ന് പറഞ്ഞൊരു പൂവിന്റെ പേരല്ലേ, അപ്പൊ അതാണ് വേറിട്ട് നിൽക്കുന്ന പദം. അടുത്ത ചോദ്യം, ശരിയായ രൂപം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാണ്? സാഷ്ടാംഗം. സാഷ്ടാംഗം എന്ന് പറയുന്നത് ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്, സാഷ്ടാംഗം. കുയിലിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കുയിലിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? കപോതം. കപോതം കുയിലിന്റെ പര്യായം അല്ല. ബാക്കി പികം, കോകിലം, കളകണ്ഠം എല്ലാം കുയിലിന്റെ പര്യായമാണ്. ക്രിക്കറ്റ് ഈസ് ഇൻ മൈ കപ്പ് ഓഫ് ടീ. ക്രിക്കറ്റ് ഈസ് ഇൻ മൈ കപ്പ് ഓഫ് ടീ എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? ക്രിക്കറ്റിൽ എനിക്ക് അത്ര താല്പര്യമില്ല. ക്രിക്കറ്റിൽ എനിക്ക് അത്ര താല്പര്യമില്ല എന്നതാണ് ക്രിക്കറ്റ് ഈസ് ഇൻ മൈ കപ്പ് ഓഫ് ടീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്?
വലിയ ആൾക്കാർ എത്ര ക്ഷീണിച്ചാലും ദരിദ്രരാകുകയില്ല. വലിയ ആൾക്കാർ എത്ര ക്ഷീണിച്ചാലും ദരിദ്രർ ആകുകയില്ല എന്നതാണ് ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ചോദ്യം, ചന്ദ്രൻ എന്നർത്ഥമുള്ള പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ചന്ദ്രൻ എന്ന് അർത്ഥമുള്ള പദം ഏതാണ്? ശശാങ്കൻ. ശശാങ്കനാണ് ചന്ദ്രൻ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മുൻവർഷ ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളുമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ തുടർന്നുള്ള വീഡിയോകൾ കാണണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്